കലൂർ സ്റ്റേഡിയത്തിൽ നൃത്ത പരിപാടിക്കിടെ ഉമാ തോമസ് MLAക്ക് സംഭവിച്ച അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. അശാസ്ത്രീയമായതും അപകടം നിറഞ്ഞതുമായ വേദിയിലായിരുന്നു സ്റ്റേഡിയത്തിലേത് എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പിൻനിരയിൽ നിന്ന് ഉമ മുൻനിരയിലേക്ക് വരുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ആദ്യം ഒരു കസേരയിൽ ഇരുന്ന ശേഷം പിന്നീട് മാറിയിരുന്നു. സിജോയ് വർഗീസിന്റെ അഭ്യർത്ഥന പ്രകാരമായിരുന്നു ഇത്. വേദിയിൽ നിന്നിരുന്ന ഒരു വനിതയെ മറികടന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഉമയുടെ കാലിടറിയത്. റിബൺ കെട്ടിയ സ്റ്റാൻഡിനോടൊപ്പം MLAയും താഴേക്ക് പതിക്കുകയായിരുന്നു. തൊട്ടടുത്ത കസേരയിൽ സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യയും മന്ത്രി സജി ചെറിയാനും ഉണ്ടായിരുന്നു. ഇവരുൾപ്പെടെയുള്ള ആളുകൾ നോക്കി നിൽക്കുകയായിരുന്നു അപകടം സംഭവിച്ചത്. സംഘാടകരുടെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ചയാണ് സംഭവിച്ചത് എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുകയാണ്. സ്റ്റേജ് നിർമ്മാണത്തിലെ അപാകതയ്ക്കെതിരെ പാലാരിവട്ടം പോലീസ് പരിപാടിയുടെ സംഘാടകർക്കെതിരെ നേരത്തെ തന്നെ കേസെടുത്തിരുന്നു. ഗാലറിയിൽ സുരക്ഷാ വീഴ്ചയുണ്ടായതായി FIR-ലും പറയുന്നു. സ്റ്റേജ് കെട്ടിയവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. BNS 125, 125B, 35 എന്നിവ അനുസരിച്ചാണ് കേസ്. മറ്റുള്ളവരുടെ ജീവനോ വ്യക്തിഗത സുരക്ഷയോ അപകടത്തിലാക്കുന്നതിനെതിരെ നടപടിയെടുക്കുന്നതിനാണ് 125-ാം വകുപ്പ്. 15 അടി ഉയരത്തിൽ നിന്നാണ് MLA തെറിച്ചു വീണത്. നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് 12,000 നർത്തകരുടെ ഭരതനാട്യം പരിപാടിയുടെ ഉദ്ഘാടനത്തിന് എത്തിയതായിരുന്നു ഉമാ തോമസ് MLA. മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെ വേദിയിൽ ഇരിക്കുമ്പോഴാണ് അപകടം സംഭവിച്ചത്. വീഴ്ചയിൽ തലയ്ക്ക് പിന്നിൽ ഗുരുതരമായി ക്ഷതമേറ്റു. നട്ടലിനും പരിക്കുണ്ട്. വാരിയിൽ ഒടിഞ്ഞ് തറച്ചു കയറിയതിനെ തുടർന്ന് ശ്വാസകോശത്തിലും മുറിവുണ്ടായി. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഉമാ തോമസിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരികയാണ്. അതേസമയം ഉമാ തോമസിന് അപകടം സംഭവിക്കുമ്പോൾ കമ്മീഷണറും GCDA ചെയർമാനും വേദിയിലിരുന്നത് കുന്തം വിഴുങ്ങിയ പോലെയാണെന്ന് വിമർശിച്ച് DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് രംഗത്ത് വന്നു. ഇത്രയും വലിയ സുരക്ഷാ വീഴ്ച അവർ വേദിയിലിരിക്കുമ്പോൾ കണ്ടില്ലേ? സുരക്ഷാ വീഴ്ച ഒഴിവാക്കേണ്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാത്തതെന്ന്. സംഘാടകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയത് പോലും സമ്മർദ്ദം ശക്തമായപ്പോഴാണ്. ജനപ്രതിനിധിക്ക് പോലും സുരക്ഷയില്ലാത്ത നാടാണെന്നും മുഹമ്മദ് ഷിയാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിനോടൊപ്പമാണ് MLA കൺമുന്നിൽ 15 അടി താഴ്ചയിലേക്ക് പതിച്ചിട്ടും മന്ത്രി സജി ചെറിയാൻ അപ്പോൾ തന്നെ വേദിയിൽ നിന്നിറങ്ങി രക്ഷാപ്രവർത്തനത്തിന് തയ്യാറാകാത്ത സംഭവവും ഉള്ളത്. എല്ലാ VIP-കളും അവിടെയിരുന്നു, പരിപാടികളുടെ ഭാഗവുമായി. ദുരന്തമുണ്ടാകുമ്പോൾ വേദിയിൽ MP ആയ ഹൈബി ഈഡൻ ഉണ്ടായിരുന്നില്ല എന്നതും വ്യക്തമാണ്. അതായത് അപകടശേഷമാണ് ഹൈബി വേദിയിലെത്തിയത്. അതേസമയം കലൂരിലെ നൃത്ത പരിപാടിയുടെ മുഖ്യ സംഘാടകരായ മൃദംഗ വിഷന്റെ സാമ്പത്തിക സ്രോതസ്സിൽ അന്വേഷണം തുടങ്ങി. ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് മരവിപ്പിച്ചു. സാമ്പത്തിക സ്രോതസ്സിൽ ആദായ നികുതി വകുപ്പും അന്വേഷണം തുടങ്ങി. നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ നടന്ന അക്കൗണ്ടുകളിലാണ് പരിശോധന. നൃത്ത പരിപാടിയുടെ മുഖ്യ സംഘാടകർ അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങുമെന്നാണ് വിലയിരുത്തൽ. മൃദംഗ വിഷൻ ഉടമ നികോഷ് കുമാർ, ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഉടമ ജനീഷ് എന്നിവരാണ് ഇന്ന് ഉച്ചയ്ക്ക് കീഴടങ്ങുക. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി. ഇരുവർക്കുമെതിരെ ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയത് എന്ന് ആദ്യം സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് കൂടുതൽ വകുപ്പുകൾ ചുമത്തുകയായിരുന്നു. തുടർന്നാണ് കീഴടങ്ങാൻ നിർദ്ദേശിച്ചുകൊണ്ട് ഇരുവരുടെയും മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തീർപ്പാക്കിയത്.